ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഞാനിന്നേ പുറത്തേക്ക് പോയി കുറച്ച് പർച്ചേസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയി ബസ്സിലായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ ഓടിച്ചാടി ബസ്സിൽ കയറും, പക്ഷേ ഇപ്പോൾ എനിക്ക് അതുപോലൊന്നും കയറാൻ വയ്യ. വേണമെങ്കിൽ ഞാൻ കയറാം, ഇങ്ങനെ ചില സംശയങ്ങൾ കൊണ്ടുവരും, കയറണോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വലിയ സംശയമൊന്നും ഇല്ലാതെ കയറി. നമ്മളിങ്ങനെ സംശയിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ന് കരുതി നമ്മളങ്ങ് ഭയങ്കര വലിയ ഞാൻ വലിയ ആളാണ് അങ്ങനൊന്നും ഓർത്തല്ല ഓടിക്കയറാൻ പോയില്ല. എങ്കിലും ചില സമയത്ത് ഓടിക്കയറും, ചില സമയത്ത് ഓടിക്കയറത്തില്ല. എന്താ പറയേണ്ടത്, എന്തെങ്കിലും പറയാൻ വരുമ്പോൾ അത് പറയണ്ടെന്നങ്ങ് തോന്നും. അപ്പോൾ അതും വേണം. അപ്പോൾ ഞാനിന്നങ്ങനെ പോയി, ബസ്സിനൊക്കെയാണ് പോയത്. ബസ്സിന് പോയി എനിക്ക് വീഡിയോ പിടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് അയ്യോ ഇവിടെയൊക്കെ നിൽക്കുന്ന ഇവിടെയുള്ള തെരുവോ എന്താണ് സ്ട്രീറ്റോ ഇവിടെയൊക്കെ ഉള്ളത് ഓർക്കത്തില്ല. അയ്യോ ഇവരെന്താ കാണിക്കുന്ന വഴി കിടന്ന് പലപ്പോഴും. പിന്നെ ഇന്ന് പോയതൊക്കെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എവിടെയും പോയിട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ വിശ്വസിക്കുക, ആരും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ദൈവം എല്ലാവർക്കും വേണ്ടി വഴികളെ തുറക്കും. അപ്പം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോവുക. എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും പറ്റത്തില്ല. എന്താ ഇതൊക്കെ ആരെങ്കിലും കണ്ടു നോക്കി ഇവരെന്താ ഇങ്ങനെ പറയുക. അപ്പോൾ ആരെങ്കിലും കാണണമെന്ന് എനിക്കുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് നല്ലതിനാന്ന് തോന്നും ഒരാൾ നമ്മളോട് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും നല്ലതിനല്ല. നാളെ എന്നിങ്ങനെ പോകും. ഒരിക്കലും ഒന്നും നല്ലതിനായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, നല്ല ശുഭപ്രതീക്ഷയുണ്ട് എല്ലാം നല്ലതിനായി തീരുമെന്ന്. കാരണം നമ്മൾ എല്ലാം ചീത്തയായി തീരുമെന്ന് വിചാരിച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ചിലർക്ക് നീ എല്ലാം ചീത്തയായി തീരുമെന്ന് ഓർത്ത് പിരിഞ്ഞാൽ പിന്നെ അങ്ങനെ നല്ലതാകുന്നത്. അതൊരു നല്ലൊരു ചോയ്സാണ്. അപ്പം ഇതൊക്കെ എനിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കുക. എനിക്ക് എളുപ്പം തോന്നിയോ എൻ്റെ ഇഷ്ടം ചെയ്യണോ, എൻ്റെ അമ്മയുടെ ഇഷ്ടം ചെയ്യണോ, എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം ചെയ്യണോ, ഇങ്ങനെയൊക്കെ തോന്നും. അപ്പം സെയിം ടൈമിൽ തന്നെ നമ്മൾ പറയുമല്ലോ, ഇംഗ്ലീഷിൽ ഡാഡി എന്ന് പറയും, ഹിന്ദിയിൽ പപ്പ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. ഞാനിപ്പോൾ എൻ്റെ മോനെ ഡാഡ് എന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പം ഞാനെന്നാലും ഓർത്തു ഡാഡ് എന്നപ്പോൾ ഇംഗ്ലീഷുകാർ വിളിക്കുന്നതുകൊണ്ട് തോന്നുമല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ മോനെ കൊണ്ട് പപ്പ എന്ന് വിളിച്ചു. വന്നിട്ടുണ്ട് കേട്ടോ. ആൾ കുസൃതിയൊക്കെ കുറഞ്ഞു. ഈ പ്രായമുള്ളത്, അപ്പോൾ കുസൃതി ആയിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, എല്ലാവരും കാണണേ. പറഞ്ഞു വരുമ്പോൾ ഒരു കുറച്ച് പറയണം. വേണ്ട കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്, ഞാൻ പോയി തുടങ്ങട്ടെ. ഓക്കെ, ബൈ.